ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ കളം കാവലിൻ്റെ ആദ്യ ലുക്ക് ഇന്നലെ പുറത്തു വന്നു. സിനിമയുടെ പേരും അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്കും കണ്ടപ്പോൾ സോഷ്യൽ മീഡിയ ഞെട്ടുകയല്ല അക്ഷരാർത്ഥത്തിൽ ചെയ്ത്. ഓരോ വ്യക്തിയുടെ മനസ്സിലും മമ്മൂട്ടി എന്ന നടനെക്കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിക്കുകയാണ്. ഇങ്ങേരിതെന്ത് ഭാവിച്ചാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. ബാക്കിയുള്ള നടന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ചെയ്യുന്നത് വളരെ വലിയ ക്രൂരത തന്നെയാണ്. മറ്റു നടന്മാരിൽ ഭീകരത ജനിപ്പിക്കുകയാണ് ശരിക്കും മമ്മൂട്ടി ചെയ്യുന്നത്. പലരും കളിയാക്കുന്നുണ്ട്, 100 കോടിയുണ്ടോ മമ്മൂട്ടിക്ക്, ഡാൻസ് കളിക്കാൻ അറിയുമോ, പാട്ട് പാടാൻ അറിയുമോ, നൃത്തത്തിനനുസരിച്ച് താളം വെക്കാൻ അറിയാമോ എന്നുള്ള. പക്ഷേ അതൊന്നും മമ്മൂട്ടിക്ക് അറിയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഈ പറഞ്ഞ ട്രോള് ചെയ്യുന്നവന്മാർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട നടന് മമ്മൂട്ടി ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു വേഷം ചെയ്യാൻ കഴിയുമോ എന്ന് തിരിച്ചു ചോദിച്ചാൽ ബേ അടിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാണ് എടുത്തു പറയാനുള്ളത്. പണ്ട് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ടാകാം നിങ്ങൾ പറയുന്ന പല നടന്മാരും. ഇന്ത്യക്കകത്തുമുള്ള ഒട്ടുമിക്ക നടന്മാരും പണ്ട് വലിയ അല്ലെങ്കിൽ അവരുടെ നല്ല പ്രായത്തിൽ മികച്ച രീതിയിലാണ്. പക്ഷേ മമ്മൂട്ടി എന്ന നടൻ ഓരോ ദിവസവും തേച്ചും എനിക്ക് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ നല്ല കാലം ഇനിയും അങ്ങോട്ട് കിടക്കുകയാണ്. ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് പറയാം. ഒരു പിഞ്ച് ബാലനായി ഫിലിം ഫീൽഡിലേക്ക് ഇപ്പോഴും അദ്ദേഹം ചൂട് പിടിക്കുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാവരും വയസ്സന്മാരായി കഴിഞ്ഞു. പക്ഷേ മമ്മൂട്ടി മാത്രം ആ ഒരു രീതിയിലേക്ക് മാറുകയാണ്. അത് തന്നെയാണ് മമ്മൂട്ടിയുടെ കളങ്കാവലിലെ പോസ്റ്ററും നമുക്ക് നൽകുന്ന ആ ഒരു ആത്മധൈര്യം എന്ന് തന്നെ പറയാം. അതെ, മലയാള സിനിമയിൽ ഇത്രത്തോളം ഗംഭീരമായിട്ട് ക്യാരക്ടറൈസേഷൻ നടത്തുന്ന ഒരു നടനുമില്ല. ഇത്രത്തോളം ഗംഭീരമെന്നല്ല, ഇതേപോലെ ചെയ്യാൻ ഒരു നടനുമില്ല. ഇതിൻ്റെ 10% ചെയ്യാനും ഒരു നടനെയും നമുക്ക് കാണാനില്ല എന്നുള്ളതാണ്. സമീപകാലത്തുള്ള മമ്മൂട്ടി സിനിമകൾ മതി. മമ്മൂട്ടിയുടെ 432 സിനിമകൾ എടുത്ത് നോക്കണമെന്നൊന്നുമില്ല. കഴിഞ്ഞ 10 സിനിമകൾ എടുത്താൽ പോലും അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ വ്യത്യസ്തത പുലർത്തുന്നതും ഓരോ ക്യാരക്ടറും ഒന്നിനൊന്നിന് വ്യത്യസ്തവും. അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന നടനെ കാണാനില്ല എന്നുള്ളതാണ്. അവിടെയാണ് പലരും പറയുന്നത് മെത്തേഡ് ആക്ടിങ്ങും അല്ലെങ്കിൽ ഇൻബോൺ ആക്ടിങ്ങും അങ്ങനെ പല ആക്ടിങ്ങിൻ്റെ തേങ്ങാക്കൊലയും പറഞ്ഞു വരുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, കാണികളായ സാധാരണക്കാർക്ക് ഒരു മമ്മൂട്ടി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കാണാനല്ല, കഥാപാത്രങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തൃപ്തി നൽകുന്ന സിനിമ തന്നെയായിരിക്കാം. അതുതന്നെയാണ് ഭ്രമയുഗവും അതുപോലെ റോഷാക്കുമെല്ലാം സമീപകാലത്ത് നമുക്ക് നൽകിയത്. എന്തിന് കൊമേഴ്ഷ്യൽ പടങ്ങളിൽ പോലും ടർബോ പോലെയുള്ള പടങ്ങളിലും അവിടെയും എല്ലാം നമുക്ക് വ്യത്യസ്തത കാണാൻ കഴിയുന്നു. ഒരു പോലീസുകാരനായി മമ്മൂട്ടി വന്നാൽ 50 സിനിമകൾ മമ്മൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ 50ഉം വ്യത്യസ്തത തന്നെയായിരിക്കും. ഇനി വ്യത്യസ്തയില്ല 4-5 മമ്മൂട്ടി പോലീസ് പടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒരെണ്ണത്തിൻ്റെ പാറ്റേണുമായിരിക്കും. ഇൻസ്പെക്ടർ ബൽറാം പോലെ അതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടിലും ബൽറാമായിട്ട് വരണമെങ്കിൽ 30 വർഷം കഴിഞ്ഞാലും 40 വർഷം കഴിഞ്ഞാലും അതേ മമ്മൂട്ടി അതേ ക്യാരക്ടറുമായി പിടിച്ചുകൊണ്ട് വരുന്നു. അത് ഒരു അത്ഭുതം തന്നെയാണ്. ഇന്ന് മറ്റു നടന്മാരിൽ ഭീകരത ജനിപ്പിക്കുക ഇങ്ങേറെ ഒരു ഹോബി തന്നെയാണ്. സൈക്കോയാണോ മമ്മൂട്ടി? അഭിനയത്തിലെ പൂർണ്ണ സൈക്കോ എന്ന് പറയാൻ, കംപ്ലീറ്റ് സൈക്കോ എന്ന് പറയാനുള്ളത് ഒറ്റ വ്യക്തിയെ തന്നെയാണ്, അത് മമ്മൂട്ടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡെല്ലാം നമുക്ക് അത് തന്നെയാണ് ബോധ്യമാക്കി തരുന്നത്. വിമർശകരുടെ വാ അടപ്പിക്കുകയല്ല മമ്മൂട്ടി ചെയ്യുന്നത്, വാ പൊളിപ്പിക്കുക തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? ഇന്നലെ അക്ഷരാർത്ഥത്തിൽ 100 കോടിയും 200 കോടിയും ഒക്കെ നടന്നുകൊണ്ടിരുന്നവന്മാരെ ഒന്നും സോഷ്യൽ മീഡിയയിൽ തല പോലും കാണാൻ, അല്ലെങ്കിൽ തല പൊക്കുന്ന പോലും കാണാനില്ല. കാരണം അവരൊക്കെ ഫിലമെൻ്റ് അടിച്ച് അവിടെ ഇരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഒറ്റ ഫസ്റ്റ് ലുക്കിൽ തന്നെ അയാൾ ചെയ്യാൻ പോകുന്നത് എന്താ എന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യം. അമ്മാതിരി തീ തന്നെയാണ് മമ്മൂട്ടി ഇറക്കി വിടുന്നത്. ഓരോ സിനിമകൾ കഴിയുമ്പോഴും എതിരാളികൾ അല്ലെങ്കിൽ മറ്റുള്ള നടന്മാർക്ക് ഒരു ഭീകരത തന്നെ, ഭീഷണി എന്നല്ല ഭീകരത ജനിപ്പിക്കുകയാണ്. അതിന് തൊട്ട് പിന്നാലെ ഇറങ്ങിയ മഹേഷ് നാരായണൻ ചിത്രത്തിലെ ലുക്ക് കാണുമ്പോൾ ഇത് ഈ മമ്മൂട്ടിയാണോ എന്നുള്ളത്, മമ്മൂട്ടി എന്ന വ്യക്തിയെ അറിയില്ലെങ്കിൽ പലരും പറയും ഇതൊക്കെ പല നടന്മാരാണ്. കാരണം അത്രത്തോളം വ്യത്യസ്തത പുലർത്തുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പോക്ക്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും മമ്മൂട്ടിയിൽ നിന്ന് മികച്ച സിനിമകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയും വരാനുണ്ട് ഞെട്ടിക്കാൻ. 2022 വന്ന സിനിമയിൽ ഏറ്റവും മുന്നിൽ നിന്ന സിനിമയിൽ നിന്ന് 2025 കടക്കുമ്പോഴും ഓരോരോ പുതിയ സംഭവങ്ങളുമായി തന്നെയാണ് മമ്മൂട്ടി വരുന്നത്. അതെ, വിമർശകരുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ വരാം. അവർക്ക് എങ്ങനെയാണ് നിങ്ങളെ മമ്മൂട്ടി ഞെട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് പോകാം. എന്തായാലും മറ്റു നടന്മാരെ ഒന്ന് പരിഗണിക്കണം മമ്മൂക്ക എന്നേ പറയാനുള്ളൂ. അവർക്കും ജീവിച്ചു പോകണ്ടേ? അല്ലെങ്കിൽ അവർ കൊമേഴ്ഷ്യൽ പടങ്ങളുമൊക്കെ ഡാൻസ് കളിച്ച് പാട്ടുപാടി നടക്കട്ടെ. നിങ്ങൾ ഈ ഒരു സൈഡിൽ അഭിനയം എന്ന കലയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് ആരാധകരോടും ഇഷ്ടപ്പെടുന്നവരോടും പറയുകയാണ് ഗ്രേറ്റ് മീഡിയാസ്.